എന്റെ പേര് അനാമിക. ഞാൻ +2 ഹ്യൂമാനിറ്റീസ് സ്റ്റുഡന്റ് ആണ്. വിദ്യാർത്ഥി രാഷ്ട്രീയം സ്കൂളിൽ നിരോധിക്കുന്നതിനെ കുറിച്ച് എന്താണ് സാറിന്റെ അഭിപ്രായം? അനാമിക ചോദിച്ചത് വിദ്യാർത്ഥി രാഷ്ട്രീയം നിരോധിക്കുന്നതിനെ കുറിച്ചാണ്. അനാമികയുടെ അഭിപ്രായം? സ്കൂളില് രാഷ്ട്രീയം കൊണ്ടുവരുന്നതിനെ കുറിച്ച് എനിക്ക് അഭിപ്രായമില്ല. അതായത് വളരെ നല്ലൊരു ചോദ്യവും വളരെ നല്ല ഉത്തരം എന്ന് പറയണ്ട ഞാൻ, പക്ഷെ നല്ലൊരു അഭിപ്രായത്തിനെ ഞാൻ മാനിക്കുന്നു. അഭിപ്രായത്തിനോട് എനിക്ക് തീരെ യോജിപ്പില്ല. പക്ഷെ അനാമികനോടല്ല എന്റെ എതിർപ്പ്. അനാമിക പറഞ്ഞ അഭിപ്രായത്തോട് മാത്രമാണ് എന്റെ വിയോജിപ്പ്. എഗ്രി ടു ഡിസ്അഗ്രി എന്ന് പറയുന്നത്. നമുക്ക് ഒരാളോട് അഭിപ്രായത്തോട് നമുക്ക് വിയോജിക്കാം, ആ വ്യക്തിയോടല്ല നമ്മുടെ വിയോജിപ്പ്. ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണോട്ടോ, നിങ്ങൾ പുതുതലമുറ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഞാനീ പറയാം. നിങ്ങൾ കാണുന്ന കേവലം ക്യാമ്പസ് രാഷ്ട്രീയത്തിലെ അല്ലെങ്കിൽ അടിപിടി അല്ല രാഷ്ട്രീയം. നമ്മളെന്താ വിചാരിക്കുന്നത്? രാഷ്ട്രീയത്തിനെ കുറിച്ച് നമ്മുടെ കാഴ്ചപ്പാടുകൾ എന്താ? ഏതോ രണ്ടുപേരും അടിപിടി കൂടി. അതൊന്നും അല്ല രാഷ്ട്രീയം എന്ന് പറയുന്നത്. എന്താ? ഇപ്പൊ നിങ്ങള് ബസ്സിൽ കൺസെഷൻ കിട്ടണ്ടോ? അത് ആര് വാങ്ങിച്ചു തന്നാന്നറിയോ? നിരവധി വിദ്യാർത്ഥി സമരങ്ങളിലൂടെയാണ് നമ്മൾ വാങ്ങിച്ചെടുത്തത്. അപ്പൊ രാഷ്ട്രീയം മോശമാണ്. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം നമ്മൾ എങ്ങനെ വാങ്ങിച്ചെടുത്തത്? രാഷ്ട്രീയം എന്ന് ഞാൻ പറയുന്നില്ല, സമരങ്ങളിലൂടെയാണ്. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യ സമരത്തിൽ എത്രയോ വിദ്യാർത്ഥി ചെറുപ്പക്കാർ പങ്കെടുത്ത്, എത്രയോ ആളുകൾ അവരുടെ ജീവൻ ബലി കൊടുത്താണ് നമ്മൾ സ്വാതന്ത്ര്യം മേടിച്ചെന്ന് അറിയുന്നത്. എത്രയോ ആളുകള്. മേരി പൊന്നൻ ലൂക്കോസ് എന്ന് പറഞ്ഞ ഒരു മേരി പൊന്നൻ ലൂക്കോ എന്ന് പറഞ്ഞ ഒരു ഡോക്ടർ ഉണ്ട്. നിങ്ങളതൊന്നും ഗൂഗിൾ ചെയ്ത് നോക്കണം, ഞാൻ അതിനെ കുറിച്ച് പറയുന്നില്ല. കേരളത്തിലെ ആദ്യത്തെ വനിതാ നിയമസഭാംഗം, കേരളത്തിലെ ആദ്യത്തെ വനിതാ ഡോക്ടർ, കേരളത്തിൽ ആദ്യമായിട്ട് ഡിഗ്രിക്ക് ജോയിൻ ചെയ്ത ലേഡി, കേരളത്തിൽ ആദ്യമായിട്ട് സിസേറിയൻ നടത്തിയ ഡോക്ടർ. അവര് സിസേറിയൻ നടത്തിയോണ്ടാണ് നമ്മൾ ഇന്ന് പലരും ജീവിച്ചിരിക്കുന്നത്. സിസേറിയൻ ആദ്യമായിട്ട് കണ്ടുപിടിച്ചതാണ്, കേരളത്തിൽ നടപ്പിലാക്കിയതാണ്. പേരെന്ന് പറഞ്ഞ ഡോക്ടർ മേരി പൊന്നൻ ലൂക്കോ. നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കണം കേട്ടോ. കേരള ചരിത്രത്തിൽ, അതായത് പെൺകുട്ടികൾക്ക് കോളേജിൽ പഠിക്കാൻ അവകാശമില്ലായിരുന്ന കാലഘട്ടത്തിലാണ് അവൻ ആദ്യമായിട്ട് വിദ്യാഭ്യാസം കോളേജിൽ പോകുന്നത്. നമ്മുടെ ഒത്തിരി പേരുണ്ട് പല. അപ്പൊ അതുകൊണ്ട് ക്യാമ്പസിലെ അക്രമ രാഷ്ട്രീയത്തിനോട് നമുക്ക് വിയോജിപ്പുണ്ടാവും. പക്ഷെ ക്യാമ്പസിലെ രാഷ്ട്രീയം എന്ന് പറയുന്നത് നിങ്ങൾ സാധാരണ പഠിക്കണ പോലെ തന്നെയാണ്. നമ്മുടെ ചിന്തകൾ വേണ്ടേ? ചിന്തകൾ നമ്മൾ സ്വാധീനിക്കണ്ടേ? നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ സ്വാധീനിച്ച് നിങ്ങളൊരു വ്യക്തിയായിട്ട് ഡെവലപ്പ് ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കേണ്ട ക്യാമ്പസുകളാണ്. നിങ്ങൾ എന്താ ഇവിടെ വന്ന് ചെയ്യണത്? രാവിലെ 9:30 തൊട്ട് 4:30 വരെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും വെറും പുസ്തകപ്പുഴുക്കളല്ലാണ്ട് നിങ്ങൾക്ക് അനുഭവങ്ങൾ ഉണ്ടാവില്ല. ടീച്ചർമാരുടെ എന്റെ ഒരു അഭിപ്രായം ഞാൻ പറയാം. നിങ്ങൾ ആരെങ്കിലും ഗ്രാമസഭകളിൽ പങ്കെടുത്തിട്ടുണ്ടോ? ഒരാളൊന്ന് കൈവയ്ക്കേ. ഒരാള് കേട്ടോ. ആരെങ്കിലും പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കൈപ്പൊക്കെ ധൈര്യമായിട്ടോ കൈവയ്ക്കും. 1 2. ഓക്കെ. എന്താ ഗ്രാമസഭ? എന്താന്ന് പറഞ്ഞേ? പറയുക എന്നറിയാൻ വേണ്ടിട്ടാ. അതായത് ഒരു മിനിറ്റ്, നിങ്ങള് പഠിക്കണ അല്ലേ?
കൊമേഴ്സും ഹ്യൂമാനിറ്റീസ് അല്ലേ? ഈ കൊമേഴ്സ് നമുക്ക് ഇന്ന് ഒത്തിരി കൂടെ ഒഴിവാക്കാം. ഹ്യൂമാനിറ്റി പഠിക്കുന്ന കുട്ടികള്, ഞാൻ നിങ്ങളെ കുറ്റം പറയുന്നില്ല, നിങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് ഞാനൊരു സമ്മാനം കൊടുക്കാൻ ഞാൻ ഇന്ന് സമ്മാനം കൊടുക്കും. കാരണം പൊളിറ്റിക്കൽ സ്റ്റുഡൻസ്, സോഷ്യോളജി സ്റ്റുഡൻസ്, അവര് ഗ്രാമസഭ എന്താണെന്ന് അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ഈ കോഴ്സ് നിർത്തണം നല്ലത്. അവിടെയാണ് നമ്മളുടെ, കേട്ടോ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ, അതായത് തിയറിയുടെ പ്രായോഗിക തലമാണ് നമ്മളുടെ സാമൂഹ്യ സേവനം. ഗ്രാമസഭയിൽ എന്താ, പഞ്ചായത്ത് വിഹിതങ്ങൾ നിങ്ങൾക്ക് വേണ്ടായിരിക്കും, പക്ഷെ നിങ്ങളുടെ അടുത്തുള്ള ഒരാൾക്ക് വീടില്ല, അടുത്തുള്ള ഒരാൾക്ക് ഭക്ഷണം കിട്ടുന്നില്ല, അടുത്തുള്ള ഒരാൾക്ക് വസ്ത്രമില്ല, അല്ലേ? കണ്ണുകളിൽ സങ്കടം ഉണ്ടായിട്ട് കാര്യമില്ല, വല്ല പ്രയോജനമുണ്ടോ? നമ്മൾ അവരുടെ വിഷയങ്ങളിൽ ഇടപെട്ട്, നിങ്ങൾ വഴി, നിങ്ങളുടെ ക്ലാസ്സിൽ ഒരു കുട്ടിക്ക് വീടില്ലെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ അവൻ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനില്ല, അവൻ പക്ഷെ നിങ്ങൾ അറിയണമെന്നില്ല. അവൻ അവിടെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ നിങ്ങൾ ഇവിടെ ബിരിയാണി കഴിച്ചു കഴിഞ്ഞാൽ ശരിയാണോ? എന്ന് പറഞ്ഞ പോലെ നിങ്ങളുടെ ചുറ്റുപറ്റുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഏറ്റവും എളുപ്പമുള്ള മാർഗമാണ് ഗ്രാമസഭയിൽ പങ്കെടുക്കുക. നിങ്ങളുടെ LP സ്കൂൾ നിങ്ങൾ എന്തെങ്കിലും വിസിറ്റ് ചെയ്തിട്ടുണ്ടോ? നിങ്ങളുടെ തൊട്ടടുത്തുള്ള LP സ്കൂളില് നിങ്ങൾ ഒരു ദിവസം ആ കുട്ടികളുമായിട്ട് ഇന്ററാക്ട് ചെയ്യണം, ഞങ്ങൾക്ക് ആ കുട്ടികളെ കാണണമെന്ന് പറഞ്ഞ് നിങ്ങൾ പോയിട്ടുണ്ടോ? നിങ്ങൾ പറയണം, നിങ്ങളുടെ പ്രിൻസിപ്പളിന്റെ അടുത്ത് പറയണം, നിങ്ങൾ വേറെ വിദേശത്തൊന്നും ടൂർ പോകണ്ട, നിങ്ങളുടെ തൊട്ടടുത്തുള്ള സ്കൂളില് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുണ്ട്, 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന നിങ്ങളുടെ അനിയന്മാര് അനിയത്തിമാരുണ്ട്. ഒരു ദിവസം ഹ്യൂമാനിറ്റി പഠിക്കുന്ന നിങ്ങള് അവരെടുത്ത് ചെന്നിട്ട് എന്താടാ മക്കളെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ഒരു സന്തോഷം നിങ്ങൾക്ക് കിട്ടില്ലേ? അവിടെയാണ് നിങ്ങളുടെ ഹ്യൂമാനിറ്റീസ്. നമ്മുടെ കണ്ണാടിയിൽ നോക്കാത്ത ആരെങ്കിലും ഉണ്ടോ? എന്തിനാ കണ്ണാടി നോക്കുന്നത്? ഇന്ന് ഞാൻ പുറത്തിറങ്ങുമ്പോൾ മറ്റുള്ളവർ എന്നെ നോക്കുമ്പോൾ ഞാൻ എങ്ങനെയായിരിക്കണം, അല്ലെ? അതിനുവേണ്ടി അത് കണ്ണൊക്കെ എഴുതി ചന്ദനം തൊടുന്നു. നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മൾ പ്രൊജക്ട് ചെയ്യുന്നത്, അല്ലെ? അപ്പൊ നിങ്ങള് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇപ്പോ ഈ ക്യാമ്പുകളൊക്കെ നടക്കില്ലേ? നിങ്ങൾ NSS ഉണ്ടായിരുന്നു, കഴിഞ്ഞ ക്യാമ്പ് കഴിഞ്ഞു. വലിയ മുടിയൊക്കെ നീട്ടി വളർത്തിയ ഒരു പയ്യൻ വരും, അവനെ അപ്പൊ തന്നെ നമ്മൾ ജഡ്ജ് ചെയ്യും. എങ്ങനെ? അങ്ങനെയാണ്. പക്ഷെ ആ ഒരു 2 ദിവസം 3 ദിവസം കഴിയുമ്പോൾ നമ്മൾ എന്തായിരിക്കും, അവന്റെ ഫിസിക്കൽ ബ്യൂട്ടിയിൽ അപ്പുറം അവന്റെ ക്യാരക്ടർ എന്താണെന്ന് നമ്മൾ പഠിക്കും, അല്ലെ? ആ ക്യാരക്ടറെ നമ്മൾ ഇഷ്ടപ്പെടാൻ തുടങ്ങും. എന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടെ സ്വഭാവം അല്ലെങ്കിൽ നമ്മുടെ സൗന്ദര്യം എന്ന് പറയുന്നത്. എന്താണ്? നമ്മൾ ആളുകളുടെ അടുത്ത് എങ്ങനെയാണ് പെരുമാറുന്നത്, പ്രധാനപ്പെട്ട ഘടകം. നിങ്ങൾ ക്യാമ്പസ് ഇന്റർവ്യൂവിന് ചെല്ലുമ്പോ നമ്മുടെ മലയാറ്റൂർ രാമകൃഷ്ണനെ കേട്ടിട്ടുണ്ടോ? ആരാ? എഴുത്തുകാരനാണ്, IAS ഓഫീസറായിരുന്നു. നിങ്ങൾ എവിടെയെങ്കിലും അഭിമുഖത്തിന് പോകുമ്പോ നിങ്ങളുടെ അടുത്തൊരു ചോദ്യം, IAS കാരൻ അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂവിന് അദ്ദേഹത്തിന്റെ ഒരു ചോദ്യം ചോദിച്ചു, എവിടെ സ്ഥലം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ മലയാറ്റൂരാണ്. ഇപ്പൊ ഇന്റർവ്യൂ ബോർഡിലെ കൗതുകമുള്ള ഒരാൾ ചോദിച്ചു, ഈ മലയാറ്റൂർ മലയിൽ എത്ര കൊട്ട മണ്ണുണ്ടാവും എന്ന് ചോദിച്ചു. അയാളെന്നാ മലയാറ്റൂർ രാമകൃഷ്ണൻ കളിയാക്കാൻ വേണ്ടി ചോദിച്ചതാ. പക്ഷെ മലയാറ്റൂർ രാമകൃഷ്ണൻ വളരെ പെട്ടെന്ന് തന്നെ മറുപടി പറഞ്ഞു, ഒരു വലിയ കൊട്ടയാണെങ്കിൽ ഒറ്റ കൊട്ട മണ്ണുണ്ടാവും. നമ്മൾ എങ്ങനെയാണ് ചോദ്യങ്ങളെ അഭിമുഖീകരിക്കുന്നത്, നമ്മൾ എങ്ങനെയാണ് പ്രശ്നങ്ങളെ നോക്കിക്കാണുന്നത് എന്നാണ് കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്.
നിങ്ങൾ ചിലപ്പോ നമുക്ക് മോശം ഡ്രസ്സായിരിക്കും, നമുക്ക് ചിലപ്പോൾ മുഷിഞ്ഞ ഡ്രസ്സായിരിക്കും, അതിലൊന്നും ഒരു കാര്യമില്ല. നിങ്ങൾ നിങ്ങളെ പോർട്രേറ്റ് ചെയ്യുക, നിങ്ങൾ നിങ്ങളെ ബ്രാൻഡ് ചെയ്യുക കേട്ടോ. എന്താണോന്ന് ആഗ്രഹം? തീരുമാനിച്ചിട്ടില്ല. ഞാൻ ഏഴാം ക്ലാസ്സിൽ 6ാം ക്ലാസ്സിൽ വെച്ച് ഇങ്ങനെ വിചാരിച്ചു, വക്കീലാണോന്ന് വിചാരിച്ചു. പിന്നെ വക്കീലായി. ഒരു 15 വർഷം മുമ്പ് MLA ആണോ? MLA. ഇത് ഞാനിത് പറയാൻ കാരണം ഇതല്ല, നമ്മളെ ആഗ്രഹങ്ങളാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. ഒരാഗ്രഹവും ഇല്ലെന്ന് പറഞ്ഞല്ലോ. നിങ്ങള് ആഗ്രഹിക്കണം ജീവിതത്തിൽ. ചിലപ്പോ നടക്കും, ചിലത് നടക്കും, ചിലത് നടക്കാണ്ടിരിക്കും. അത് വിട്ടേക്ക്. പക്ഷേ എന്തും നമ്മൾ ആഗ്രഹിക്കണം മുഴുവൻ നടന്നില്ലെങ്കിലും കുറെയെങ്കിലും നടക്കാണ്ടിരിക്കും. വെറുതെ ആഗ്രഹിച്ചിട്ട് കാര്യമുണ്ടോ? വർക്ക് ഹാർഡ്. ഒരു കോംപ്രമൈസും ഇല്ല. അതിന് നിങ്ങൾ ജീവിതത്തിൽ നേടാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾ അതിന് ഹാർഡ് വർക്കും കൂടി ചെയ്താൽ ഉണ്ടല്ലോ, ഉറപ്പായിട്ട് അത് നിങ്ങളുടെ അടുത്ത് വരും. കോംപ്രമൈസ് ചെയ്യരുത്. ഞാൻ വിദേശത്ത് പോയി പഠിച്ചാണ്, പക്ഷെ ഞാൻ തിരിച്ചു വന്നു. കാരണം ഞാൻ എൻ്റെ ലോ കഴിഞ്ഞ് എൻ്റെ LLM പഠിക്കാൻ വേണ്ടി വിദേശത്ത് 1.5 വർഷം അവിടെ പഠിച്ചു. ഓപ്പർച്യൂണിറ്റി എനിക്ക് പക്ഷെ ഇവിടെ ഇരുന്ന് നല്ലത്. പിന്നെ എവിടെ ആയാലും നിങ്ങളുടെ കോൺഫിഡൻസ് ആണ് ഏറ്റവും വലുത്. ഇപ്പൊ പ്രത്യേകിച്ച് ഇന്നൊരു ആൻ ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ് അല്ലേ? അപ്പൊ അതുകൊണ്ട് എവിടെ പഠിക്കുന്നു എന്നുള്ളതല്ല, നിങ്ങൾ അതെങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ, നിങ്ങൾ ഈ സർക്കാർ സ്കൂളിൽ പഠിക്കുമ്പോൾ ആ കോൺഫിഡൻസ് ലെവൽ നിങ്ങൾക്ക് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ അന്വേഷിക്കണം. നിങ്ങൾ എന്ത് കോഴ്സ് പഠിച്ചോട്ടെ, വിദേശത്തോ സ്വദേശത്തോ ഒന്നും ഒരു പ്രശ്നമില്ല. ആ എക്സ്പോഷർ നിങ്ങൾ യൂസ് ചെയ്യുക, അത് നന്നായിട്ട് ക്യാപിറ്റലൈസ് ചെയ്യുക. നമ്മൾ വിചാരിക്കും, നമ്മൾ ഈ ലോകത്ത് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരാള് പോലും മോശമായിട്ട് ജനിക്കുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങളാണ് നിങ്ങളെ ഏറ്റവും മിടുക്കരാക്കുന്നത്. അതുകൊണ്ട് ടീച്ചർമാരുടെ അടുത്ത് എഗെയിൻ എനിക്ക് പറയാനുള്ളത്, ചില പഠിപ്പിസ്റ്റുകളെ ഏറ്റവും ഫ്രണ്ടിൽ കൊണ്ടേ ഇരുത്തി അവരെ മാത്രം 90% മാർക്ക് മേടിക്കുന്നതിലല്ല ടീച്ചർമാരുടെ മിടുക്ക്. ഏറ്റവും പഠിക്കാൻ മോശമല്ല, പഠിക്കുന്നത് ചിലപ്പോൾ ചില ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ട് നമുക്കെല്ലാവർക്കും. അവരെ കാണുമ്പോ ചില ടീച്ചർമാർക്കൊരു ഇതുണ്ട് അല്ലെ, നമ്മള് ഒരു സബ്ജക്റ്റിനെ എങ്ങനെ വെറുക്കണത് എങ്ങനെ? ആ ടീച്ചർ ഇത്തിരി മോശമാണെങ്കിൽ നമ്മളോടത്ത് 2 വഴക്ക് പറഞ്ഞാൽ നമ്മൾ ആ സബ്ജക്റ്റിനെ വെറുത്തു പോകും അല്ല ടീച്ചറെ? ഏറ്റവും നല്ലൊരു കാര്യം ടീച്ചറിനെ അങ്ങോട്ട് സ്നേഹിക്കാം. അപ്പൊ സബ്ജക്റ്റിനെ നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങും. അതൊരു നല്ല ചോദ്യമാണ്. അതായത് ഞാനായിട്ടിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. നമ്മളൊരു ഐഡന്റിറ്റി ക്രൈസിസ് ഉണ്ട് എല്ലാ രാഷ്ട്രീയക്കാർക്കും. മുണ്ടും ഷർട്ടും അല്ലെങ്കിൽ അങ്ങനെ എടുത്താലേ രാഷ്ട്രീയക്കാരാവുള്ളൂ. പിന്നെ അവരെ പെരുമാറ്റത്തിലൊക്കെ ഇത്തിരി മസിൽ പിടുത്തമുണ്ട്. എന്താ അങ്ങനെ ചില രീതികളൊക്കെ ഉണ്ട്. ഞാൻ അങ്ങനെ, നമ്മള് ആളുകൾക്ക് വേണ്ടത് എന്റെ വേഷമല്ല, എന്റെ സംസാരമല്ല. ആളുകൾക്ക് വേണ്ടത് എന്താ? അവര് വരുന്ന കാര്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുന്നുള്ളൂ. ഞാൻ എങ്ങനെ നടന്നാലും അവർക്ക് they don't mind. അപ്പൊ അതുകൊണ്ട് വേഷം എന്നെ സംബന്ധിച്ചൊരു ഘടകമല്ല. നിയമസഭയിലടക്കം ഞാൻ പാന്റ് ഷർട്ട് ഇട്ടാ പോണത്. ഇവിടെ ചെന്ന് കഴിഞ്ഞപ്പോ പലപ്പോഴും എന്നെ സെക്യൂരിറ്റിക്കാര് തടഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും തടയാറുണ്ട്. അപ്പൊ അവരെന്നിട്ട് അവസാനം സോറി വെച്ചിട്ട് പറയും, സാറേ ഈ പാന്റും ജീൻസ് ഒക്കെ ഇടുന്ന MLA ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത്, അതുകൊണ്ട് ക്ഷമിക്കണം. ഞാൻ ഇത് കുഴപ്പമൊന്നുമില്ല. അപ്പൊ അത് വേഷം, നമ്മളുടെ കോൺഫിഡൻസ് ആണ്. നമ്മൾ എങ്ങനെ നടക്കണം അതൊക്കെ നമ്മൾ വിചാരിക്കും അല്ലെ?
നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേഷം ധരിക്കാനും ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനും സ്വാതന്ത്ര്യമുള്ളൊരു നാടാണ്. യു പി പോയി കഴിഞ്ഞാൽ ബീഫ് കഴിക്കാൻ പറ്റും, ബുദ്ധിമുട്ടാ. ചില സ്ഥലത്ത് പോയ തട്ടം പോലും ഇടാൻ പറ്റാത്തൊരു നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഇന്ത്യയിലുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ കേരളം എന്ന് പറയുന്നത് ഏറ്റവും മനോഹരമായിട്ടൊരു നാടാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ സഭ്യമായിട്ട്, അതും കൂടി പറഞ്ഞു, നടക്കാന്നുള്ളൊരു നാടാണ്. അതുകൊണ്ട് നിങ്ങൾ പ്രശ്നമില്ല. വിദ്യാർത്ഥി മികച്ച രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാനുള്ള മാർഗനിർദ്ദേശങ്ങൾ എന്തെല്ലാം? ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാനുള്ള മാർഗനിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? ഏറ്റവും വേണ്ടത് നമ്മളൊരു ഒബ്സർവേഷൻ ആണ്. ഈ ഫോട്ടോഗ്രാഫർ ആയതുകൊണ്ട് പല ആംഗിളിലൂടെ നമുക്ക് കാര്യങ്ങൾ കാണാൻ കഴിയും. നമ്മളൊരു അധ്യാപകൻ നമ്മളെ ചീത്ത വിളിക്കുമ്പോൾ നമ്മൾ ഏത് ആംഗിളിൽ നോക്കി കാണണം? അധ്യാപകന്റെ ആംഗിളിൽ നോക്കണം. മാതാപിതാക്കൾ നമ്മളെ ചീത്ത വിളിക്കുമ്പോൾ ആരുടെ ആംഗിളിൽ നോക്കണം? മാതാപിതാക്കളുടെ ആംഗിളിൽ നോക്കണം. നമ്മുടെ ഒരു സഹപാഠി നമ്മുടെ ഇത് വഴക്കിടുമ്പോഴും അയാളുടെ ആംഗിളിലും കൂടി നമുക്ക് നോക്കാൻ കഴിയും. അങ്ങനെ വിവിധ തലങ്ങളിൽ നമുക്ക് നോക്കി കാണുന്നതാണ് ഒരു പ്രശ്നത്തിന്, അല്ലെ? ആനേനെ കുരുടം നോക്കിയ പോലെ ആകരുത്. എല്ലാ ആംഗിളിലും നോക്കിയാലാണ് നമുക്കൊരു പിക്ചർ നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് നല്ല ഒബ്സർവേഷനും അതിൽ ഇടപെടാനുള്ള നിങ്ങളുടെ മനസ്സുമാണ് നിങ്ങളൊരു നല്ല രാഷ്ട്രീയക്കാരൻ. ആദ്യം എന്ത് വേണം? നമ്മൾ ആ വിഷയത്തിനെ കുറിച്ച് നമുക്ക് അറിയണം, നിയമം അറിയണം, കമാൻഡിങ് പവർ വേണം, എക്സിക്യൂഷൻ പവർ വേണം, കൺവിൻസിങ് പവർ വേണം. ഇതെല്ലാം ചേർന്നാലാണ് എന്താകാൻ പറ്റുള്ളൂ? ലീഡർ ആകാൻ പറ്റുള്ളൂ. നിങ്ങളുടെ ഇടയിൽ ഒരു ലീഡർ, ആ ഫ്ലവർ ഒന്ന് എടുക്കാൻ പറ്റും? ആ ഫ്ലവർ ആർക്കെങ്കിലും ആ ഫ്ലവർ ഒന്ന് എടുക്കാവോ? എത്രേ ഉള്ളൂ? അതെടുത്തു. താങ്ക് യു. അതായത് ഞാൻ ഈ 100 പേരുള്ള സ്റ്റുഡൻസിന്റെ അടുത്ത് ഒരാളുടെ ഫ്ലവർ എടുക്കാൻ പറഞ്ഞപ്പോ ഫസ്റ്റ് ക്യുക്ക് അത്രേ ഉള്ളൂ. അത് ഒരു കയ്യടി കൊടുത്ത് നമ്മൾ പലരും മടിച്ചു നിൽക്കും. അത് വേണോ വേണ്ടയോ? ആ ഉൾവലി ഉണ്ടല്ലോ, ഉൾവലി നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മളെ പുറകോട്ടെ വലിക്കും. നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചാൽ അവിടെ ഇറങ്ങിത്തിരിക്കുക. പിന്നെ ചിലപ്പോൾ നഷ്ടങ്ങൾ ഉണ്ടാവും, അതിനെക്കുറിച്ച് ബോധേടാണ്ടിരിക്കുക. യു ഡു ഇറ്റ്, പിന്നെ നമുക്ക് നോക്കാം കേട്ടോ. അങ്ങനെയായിരിക്കണം ലീഡർഷിപ്പ്. നിങ്ങളുടെ ഒരു ക്വാളിറ്റി അതാണ് വേണ്ടത്. ചിലപ്പോൾ വീട്ടിൽ ചീത്ത വിളിക്കും, നീ എന്തിനാടി പോയി അത് ചെയ്ത്. ഓക്കെ, അപ്പൊ മോളുടെ പേരെന്താ? അസൈൻ. അസൈൻ ഭാവിയിൽ ഒരു ലീഡറാണ്. ഡെഫിനറ്റ്ലി യു വിൽ ബി വൺ. അപ്പൊ ഇത് എഴുതി വെച്ചോ, ഒരു ദിവസം ലീഡർ ആകാൻ കുറെ കാര്യങ്ങള് അസൈന്റെ ജീവിതത്തില്. അസൈനെ പുറകോട്ട് വലിക്കണം നിരവധി പ്രശ്നങ്ങളുള്ളൊരു കൊച്ചാണ്. കുറെ ടെൻഷൻസും ഇതൊക്കെ ഉള്ളൊരു കൊച്ചാണ്. എന്ത് ചെയ്താലും കുറെ ഇഷ്യൂസ് ഉണ്ട്, അല്ലേ? പക്ഷെ അതൊക്കെ നമ്മൾ മാറ്റും. അസൈൻ വിൽ ബി മൺഡേ യു വിൽ ബി എ ലീഡർ. നമ്മുടെ പ്രദേശത്തെ സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷ ഉറപ്പാക്കലേ എന്നെല്ലാം സ്വീകരിച്ചിട്ടുണ്ട്. സുരക്ഷ സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ സുരക്ഷ ഉറപ്പുവരുന്ന ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം. പക്ഷെ നിർഭാഗ്യം വെച്ചാൽ അങ്ങനെ അല്ല എന്നുള്ളതും നിങ്ങൾക്കറിയാം. ഇന്ന് രാവിലെ ഞാൻ ന്യൂസ് കേൾക്കുന്നത് ആന്ധ്രാപ്രദേശിലാണെന്നാണ്. ഒരു കാമുകൻ കാമുകിയുടെ മേഖലത്തേക്ക് ആസിഡ് ഒഴിച്ചു എന്നുള്ളൊരു ന്യൂസ്. അപ്പൊ ഏറ്റവും കൂടുതൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഒരു ഉപദേശം എനിക്ക് പറയാനുള്ളത്, സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോഴും ഒക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കും കേട്ടോ. നമുക്ക് പറ്റുന്ന ആളുകളുമായിട്ട് മാത്രം കൂട്ടുകൂടും. കാരണം ഫിസിക്കലി നമ്മൾ വീക്കാണ്, പക്ഷെ മെന്റലി ഇവന്മാരെക്കാട്ടും 100 ഇരട്ടി കപ്പാസിറ്റി ഉള്ളവരാണ് നിങ്ങൾ.
ഈ ലോകത്ത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം എന്താണെന്നറിയോ? ഏറ്റവും പെയിൻഫുൾ ആയിട്ടുള്ളത് ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുക എന്നുള്ളത്. അത് കഴിയാന്നുള്ളത് നിങ്ങൾക്ക് മാത്രം കഴിയണ കാര്യം. യു ആർ സോ പവർഫുൾ. ഇമോഷണലി നിങ്ങൾ പവർഫുൾ ആണ്, മെന്റലി പവർഫുൾ ആണ്, പക്ഷെ അതേപോലെ തന്നെ ഏറ്റവും വീക്കുമാണ്. ആ വീക്ക്നെസ് ആണ് നമ്മൾ മാറ്റേണ്ടത്. അതിന് ചെറുപ്പം മുതലുള്ള ഒരു കുഴപ്പം വീടുകളിൽ നിങ്ങളുടെ മാതാപിതാക്കൾ, ഞാനടക്കം, പെൺമക്കളാണെങ്കിൽ എന്ത് പറയും? കാല് നിലത്ത് എടുത്തു വെക്കടി, മര്യാദക്കിരിക്കടി, അത് ചെയ്തടി, ഇത് ചെയ്തടി എന്ന് പറഞ്ഞ് 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 നമ്മളെന്ത് ചെയ്യും? നമ്മളൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ള ആളുകളായിട്ട് നമ്മളെ തന്നെ മാറ്റും. അപ്പൊ അത് നമ്മൾ ഓർക്കം ചെയ്യണം, അവരുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇന്നത്തെ MLA സെഷൻ എന്ന് പറഞ്ഞാൽ നല്ലൊരു സെഷൻ ആയിരുന്നു. ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് അറിയാൻ പറ്റി. പിന്നെ ഇത്രയും തിരക്കുകളുടെ ഇടയിൽ നിന്ന് ഞങ്ങൾക്ക് വേണ്ടി വന്ന് ഇത്രയും നല്ലതായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റി. ഞങ്ങളുടെ വിഷമങ്ങളൊക്കെ മനസ്സിലാക്കി അതിനോടൊക്കെ നല്ല മറുപടി പറഞ്ഞ് നല്ല രസകരമായിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു. ഇങ്ങനത്തെ ഒരു വലിയ സ്ഥാനത്തിൽ നിൽക്കുന്ന ഒരാളുടെ കൂടെ ആദ്യമായിട്ടാണ് ഞാനൊരു പ്രോഗ്രാമിൽ ഇടപെടുന്നത്. അപ്പോൾ വളരെ സന്തോഷമുണ്ട്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് നമുക്ക് കുറേ വേണ്ടി ഇന്ററാക്ട് ചെയ്യാൻ പറ്റി. നമ്മുടെ ഭാഗത്തു നിന്ന് സാറ് സംസാരിച്ചു. എല്ലാവരും സന്തോഷമായിട്ടാണ് ക്ലാസ് കേട്ടത്. സാറിന്റെ ഒപ്പീനിയൻ, അതായത് ഞങ്ങളുടെ ഒപ്പീനിയൻ, ഞങ്ങളുടെ ചോദ്യങ്ങൾക്കും സാർ നല്ല മറുപടിയായിട്ട് നല്ല സന്തോഷമായിട്ടാണ് സാർ റിപ്ലൈ ചെയ്യുന്നത്. പോരാതെ നമ്മുടെ സ്കൂളിലെ ഓരോ കാര്യങ്ങളിലും സാറ് ഉൾപ്പെടുന്നുണ്ട്. MLA കുട്ടികളായിട്ട് സംസാരിക്കുക, ഇങ്ങനെ ഇന്ററാക്ട് ചെയ്തത് നല്ലൊരു ആശയമാണ്. കുട്ടികളുടെ മനസ്സിലുള്ള ഓരോ ആശയങ്ങളൊക്കെ പുറത്തു വരികയും MLA നല്ല ഫ്രീ ആയിട്ട്, ഇത്രയും സിമ്പിൾ ആണെന്ന് വിചാരിച്ചില്ല. നല്ല ഇന്ററാക്ഷൻ, ഇത്ര നാളത്തേക്കുള്ള ഇന്ററാക്ഷനിൽ ഏറ്റവും നല്ല ഇന്ററാക്ഷൻ ആയിരുന്നു MLA ആയിട്ടുള്ളത്. സാധാരണ MLA കുട്ടികളായിട്ട് അങ്ങനെ സംസാരിക്കുകയോ ഇടപെടുകയോ അങ്ങനെയൊന്നും ചെയ്യാറില്ല. പക്ഷെ ഈ MLA കുട്ടികളായിട്ട് സമയം കണ്ടെത്തി ഇടപെടുകയും സംസാരിക്കുകയും കുട്ടികളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുകയും എല്ലാം മനസ്സിലാക്കി ഒരു നല്ല രീതിയിൽ സന്തോഷം തോന്നി. സാറ് ഭയങ്കര കമ്പനിയാണ്, ഫ്രണ്ട്ലിയാണ്. ഞങ്ങളുടെ കൂടെ കുറെ നേരം സംസാരിച്ചു. ഞങ്ങളുടെ ക്വസ്റ്റ്യന് സാർ ഉത്തരം തന്നു, തിരിച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചു. ഞങ്ങൾക്ക് ഗുണപരമായ കാര്യങ്ങൾ സാറ് പറഞ്ഞു. സാധാരണ MLA മാതിരി പോലെയല്ല. സാറ് വന്നു, സാറിന് കൊടുത്ത ബൊക്കേന്ന് സാറ് കുട്ടികൾക്ക് പൂ കൊടുത്തു. ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് എല്ലാവരുമായിട്ട് സംസാരിച്ച് ഒരു കൂടെ ഇറക്കണ ഒരു അധ്യാപകനെ പോലെ തന്നെ സാർ ഞങ്ങളുടെ കൂടെ പെരുമാറി. ഒരു ജാടിയിലോ ഒരു ഷോയൊന്നും ഇല്ലാണ്ട് സാർ ഞങ്ങളുടെ കൂടെ തന്നെ ഞങ്ങളുടെ കൂടെ നിന്ന് സംസാരിച്ചു. സാറ് പൊളി കൂളാണ്. MLA ഇത്ര കൂളാന്ന് ആരും വിചാരിച്ചില്ല. ഇപ്പൊ വന്ന് നമ്മൾ സംസാരിച്ച് ഇത്ര ആദ്യമായിട്ടാണ് ഒരു MLA ആയിട്ട് നമ്മൾ ഇത്ര അടുത്ത് അറിയുന്നതും വർത്താനം പറഞ്ഞൊക്കെ. ഞങ്ങളുടെ രീതിയിൽ നിന്നാണെങ്കിൽ പോലും നല്ല രീതിയിൽ സാർ സംസാരിച്ച് ഞങ്ങൾക്ക് അതിൻ്റെതായ ബെനിഫിറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ നല്ലൊരു ക്ലാസ് ആയിരുന്നു, എന്റർടൈനിങ് ആയിരുന്നു.